ഹായ് മച്ചാമാരെ, ഒറിജിനൽ കേരള ടോപ്പ് കണ്ടീഷൻ ഓട്ടോമാറ്റിക് വണ്ടികൾ തപ്പുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ആ കാണുന്ന മൊത്തം വണ്ടികളും ഓട്ടോമാറ്റിക് വണ്ടികളാണ്. ഹായ് ബ്രോ. ഹായ്, നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞാൽ ആദ്യം? എൻ്റെ പേര് ഹഫീസ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് എംപയർ കാർസ്. എംപയർ കാർസ്. അതെ, കോട്ടയം അല്ലേ? കോട്ടയം. കറക്റ്റ് ലൊക്കേഷൻ പറയാം? ഏറ്റുമാനൂർ തെള്ളകം. മാതാ ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ട് സുലഭ സൂപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ്. അതെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ കാറ് നല്ല സ്പെഷ്യലാണ്. കാരണം എല്ലാം ഓട്ടോമാറ്റിക്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. എല്ലാ വണ്ടിയും ഒരു 1,000,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇറക്കാമല്ലോ. ആ BM ഉൾപ്പെടെ അല്ലേ? BM ഉൾപ്പെടെ എല്ലാം ഗ്യാരണ്ടി വണ്ടികളല്ലേ? എല്ലാം ഗ്യാരണ്ടി വണ്ടികൾ. ക്രിസ്മസ് ഒക്കെ വരാൻ പോകുന്നത്. അതെ, വണ്ടികളൊക്കെ എടുക്കാൻ നിൽക്കുന്നവർ ഓട്ടോമാറ്റിക്. NRIസിന് ഓട്ടോമാറ്റിക് പറ്റിയ ഒരു വാഹനമാണല്ലോ. NRIs വരാൻ നിൽക്കുമല്ലേ? അത് തന്നെ. അപ്പോൾ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് വേണ്ടി മാത്രം ഫുൾ ഓട്ടോമാറ്റിക് വണ്ടികളാട്ടോ. അതെ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും പറഞ്ഞിട്ടാലോ? ഓ ആയിക്കോട്ടെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2013 മോഡൽ മൈക്ര XV CVT. 13 മോഡലല്ലേ? ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? തട്ടമുട്ട റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. 84,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നും മാറിയിട്ടില്ല. അത് ഫസ്റ്റ് അങ്ങ് പറഞ്ഞിട്ടേക്കാം. ഈ കാണുന്ന ഏതെങ്കിലും വണ്ടികളുടെ ഗ്ലാസ് മാറിയ വണ്ടികളാണോ? ഇതിലൊന്നുമില്ല. ഒന്നിലുമില്ല. ഈ കാണുന്ന ഒരു വണ്ടികളും ഗ്ലാസ് മാറിയുള്ള മേജർ ആക്സിഡന്റ് തട്ടുമുട്ട ഒന്നുമില്ല. ബമ്പർ ടച്ചിങ്ങോ ബമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒരു ഡോറോ ബോണ്ടോ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. നമ്മളതെല്ലാം നോക്കിയാൽ എടുക്കുള്ളൂ. 100% ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള അല്ലേ? A to Z ഫുൾ ചെക്ക് ചെയ്ത വണ്ടി എടുക്കും. തീർച്ചയായിട്ടും ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. എല്ലാ വണ്ടികളും ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കേസാണ്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ, തട്ടുമുട്ടുണ്ടോ, ഒന്നുമില്ല, റീപ്ലേസ് ഉണ്ടോ, അതുപോലെ ഹിസ്റ്ററി ഉണ്ടോ? കാര്യമായിട്ട് ടച്ചിങ് പോലും ഇല്ല വണ്ടികളിൽ അല്ലേ? അപ്പോൾ എല്ലാ വണ്ടികളിലും ഹിസ്റ്ററി അവൈലബിൾ അല്ലേ നമുക്ക്? അതെ, ഒന്നും പേടിക്കാനില്ല. ഒന്നുമില്ല. ഈ നിസാൻ്റെ ഒക്കെ സ്പെയർ നമുക്ക് വാങ്ങിയാൽ കിട്ടുന്നല്ലേ? അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ല അല്ലേ? അത് മാത്രമല്ല നിസാനും ഓക്സോനൊക്കെ മാത്രം പണിയുന്ന ടെക്നീഷ്യന്മാർ കോട്ടയത്ത് ഇഷ്ടംപോലെ അവൈലബിൾ ഉണ്ടല്ലേ? മൈലേജ് ഒക്കെ ഏകദേശം കിട്ടും? മൈലേജ് നമ്മളൊരു ടൗൺ ഉപയോഗത്തിൻ്റെ ഒരു 10-11 പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ ഒരു 13-13.5 വരെ കിട്ടും അല്ലേ? 13 വരെ മാക്സിമം അല്ലേ? അതെ. ഓക്കെ. അപ്പം നമ്മൾ ഈ വണ്ടി ഉദ്ദേശിക്കുന്ന വില എത്രയാണ്? 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ. അതെ. അത് ഫൈനലാണോ? അതോ എന്തെങ്കിലും മാറ്റപ്പെടുത്തേക്ക് ചെയ്യാന്നേ കച്ചവടം അല്ലേ? അതെ. എത്ര ലോൺ കയറും വണ്ടിക്ക്? ലോൺ നമുക്കൊരു 2 രൂപ ഒക്കെ ലോൺ കയറും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ CVT ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് കയറ്റത്തിൽ നിർത്തിയാൽ വണ്ടി ബാക്കിലേക്ക് വരത്തില്ല. ഓക്കെ. ആ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വണ്ടി നിൽക്കും. അതുകൊണ്ട് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ ചെറിയ വണ്ടിയും കൂടിയാ. അതെ. ടയർ കണ്ടീഷനൊക്കെ എല്ലാ വണ്ടിക്കും ഒരു 70 മുകളിലുണ്ടല്ലേ? എല്ലാ വണ്ടിക്കും 70 മേളിലുണ്ട്. അത് മാത്രമല്ല 3-4 വണ്ടികളെല്ലാം കിടക്കുന്ന പുത്തൻ ടയറുകളുണ്ട്. അതെ ബ്രോ. അടുത്ത വണ്ടി ഫോക്സ്വാഗന്റെ അമിയോ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഒരു മൈലേജ് കിങ് എന്ന് തന്നെ പറയാം. എത്ര കിട്ടും? 20+. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെയോ? 62,000 കിലോമീറ്റർ. 62 അല്ലേ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ഇതുവരിപ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത് DSG ഗിയർ ബോക്സ് ആണ്. ഡീസലിൽ തന്നെ. ഫോക്സ്വാഗനെ വരുന്ന DSG ഗിയർ ബോക്സ് ആണ്. പെർഫോമൻസ് ഭയങ്കര കൂടുതലാണ്. ലാഗ് കാര്യങ്ങളൊന്നും വരത്തില്ല. റേഷ്യോ ഓണർ നേരി കണ്ടുകൊണ്ട് തന്നെ വാങ്ങിക്കുന്ന വണ്ടികളാണ് എല്ലാ വണ്ടികളും. അത് ഗ്യാരണ്ടി പറയാൻ? അതെ. ഈ വണ്ടിക്ക് മെയിൻ്റനൻസ് എങ്ങനെയാണ്? നോർമൽ സർവീസ് എത്രയോ? 15,000 കിലോമീറ്റർ ഒരു 10-15 ഇടയ്ക്ക്. സ്പെയർ ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അല്ലേ? പിന്നെ പണിയാനും പാടൊന്നുമില്ല. ഒരു പാടുമില്ല. നമ്മുടെ BM 2012 മോഡൽ ഒറിജിനൽ കേരള BMW 320D അല്ലേ? അതെ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 64,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. അതെ. നമ്മൾ പ്രീമിയം സെഗ്മെന്റ് ഒരുപാട് എടുക്കുന്ന ഈ ചെറിയ കിലോമീറ്റർ ഓടുന്ന വണ്ടി വല്ല കാലത്ത് മാത്രം വരുന്ന. അതുപോലെ ഈ കണ്ടീഷനിൽ 12 വണ്ടി കുറച്ച് പാടാൻ തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം വണ്ടി നല്ല കണ്ടീഷൻ. ഇന്ത്യയിലൊക്കെ ഞാൻ കാണിച്ചിട്ടാ. അതിന് മുമ്പ് ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് നമുക്ക് എൻട്രി ലെവൽ മറ്റേ വണ്ടിയാണ് അല്ലേ? നമ്മുടെ പ്രീമിയം സെഗ്മെന്റിൽ മറ്റേ 320 ആയതുകൊണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഒരു 13-14 കിലോമീറ്റർ മൈലേജ് കിട്ടും. കിട്ടും. പിന്നെ മെയിൻ്റനൻസ് ആണെങ്കിലും കണ്ടമാനം കുറവാണ്. നോർമൽ സർവീസിന് എത്ര രൂപ? ഒരു 15 രൂപ 20 രൂപ. 20 രൂപ നിൽക്കൂല്ലേ? അതെ. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഇതിന്റെ എല്ലാം അവൈലബിൾ ആണ്. 4 പുതിയ ടയറുണ്ട്. ഇപ്പോൾ മറ്റേ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം മറ്റേ റീസെന്റ് മാറിയിട്ടുണ്ട്. മൊത്തം സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഉണ്ട്. നമ്മുടെ കായംകുളത്തുണ്ടായിരുന്ന ഒരു ഡോക്ടർ വണ്ടിയായിരുന്നു, ഒരു പീഡിയാട്രിഷ്യൻ ആയിരുന്നു, അദ്ദേഹത്തിന്റെ വണ്ടിയായിരുന്നു. അപ്പോൾ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ 12 മോഡലല്ലേ? അതെ. ഈ കണ്ടീഷനിൽ വണ്ടി കിട്ടുക പറഞ്ഞാൽ തട്ടുമുട്ട അങ്ങനെയൊന്നും ഇല്ലോ? ഇതേ കാര്യമായിട്ട് ടച്ചിങ് പോലും ഇല്ല. ബ്രോ, ഈ വണ്ടിക്ക് എന്നാ വില പ്രതീക്ഷിക്കുന്നത്? നമുക്കൊരു 12.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 12,25,000 രൂപ. 12.5 അതെ. നെഗോഷ്യബിൾ ആണോ എന്തെങ്കിലുമൊക്കെ? പിന്നെ കച്ചവടം അല്ലേ? ഉറപ്പായിട്ടും അല്ലേ? വണ്ടിക്ക് 1,000 രൂപ മതിയല്ലേ? ഡൗൺ പേയ്മെന്റ് 1,000 രൂപ എടുക്കാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. ഈ വണ്ടിക്ക് അത് മതിയല്ലേ? നമുക്കൊരു 15 രൂപ വരെയൊക്കെ ലോൺ ചെയ്യാം. 15 രൂപ ലോൺ ചെയ്യാം. ഓക്കെ. അടുത്ത വണ്ടി നോക്കി. ഇതൊക്കെ ഇന്നൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ടച്ചിങ് വരും എന്നല്ല. ഇല്ല, ഇതിലൊന്നും കയറിയിട്ട് ടച്ചിങ് പോലും കയറിയിട്ടില്ല. ഓക്കെ. വണ്ടി ഫോക്സ്വാഗൻ ടൈഗൂൺ മോഡല് 2021 12-ാം മാസം വണ്ടി. 21 വണ്ടിയല്ലേ? അതെ. കിലോമീറ്റർ 28,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആയിരിക്കുമല്ലോ? അതെ. 1 ലിറ്റർ ഹൈലൈൻ. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ പെട്രോൾ വണ്ടിയൊക്കെ അല്ലേ?
പെട്രോൾ വണ്ടി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സർവീസ് പാക്കേജ് നിൽക്കുന്ന വണ്ടിയാണേ. 25-12 മാസം വരെ ടയർ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി, ബാക്കി ഫുൾ കമ്പനി ഇതായിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഈ വർഷം അടുത്ത വർഷം 12 മാസം വരെ, അടുത്ത വർഷം 25-12 മാസം വരെ ഫുൾ ഉള്ളതല്ല, സർവീസ് പാക്കേജ് ഉള്ളതല്ല, സർവീസ് പാക്കേജ് ഉള്ള. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞാൽ പോലും നമുക്കൊരു ഇത് വരുന്ന ഒരു 6000 രൂപയ്ക്ക് അകത്തെ സർവീസ് കോസ്റ്റ് വരത്തുള്ളൂ. പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ വണ്ടി തന്നെ പറയാം. അത് തന്നെ. അതെ, 28 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയറൊക്കെയാണ് പുതിയതല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇതൊന്നും കൂടുതൽ പറയാനില്ല, കാരണം 28 കിലോമീറ്റർ ഓടിയ വണ്ടി. അതെ, എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. കണ്ടോ എൻ്റെ മോനെ, ഇതിൻ്റെ അതൊക്കെ നോക്കി, വേറെ ലെവലാട്ടോ, അടിപൊളി ടോപ്പ് ക്വാളിറ്റി വണ്ടി. ഇതൊന്നും കൂടുതൽ ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. കോട്ടയത്ത് വണ്ടി കിടപ്പുണ്ട്, കണ്ടോ എന്നാൽ പക്കയാണ്. നോക്കി ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. പുതിയ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അല്ലേ അതെ അതെ നോക്കാവുന്ന കേസേ ഉള്ളൂ. മൊത്തം വണ്ടി തന്നെ പറയാമല്ലോ അല്ലേ? അതെ. ഇവിടെ ലാസ്റ്റ് തന്നെ വില കൊടുക്കും നമുക്ക് 13,20,000 രൂപയ്ക്ക് കൊടുക്കാം. 13-20 അല്ലേ? അതെ. വണ്ടി ഫുൾ ലോൺ കയറുമോ? പിന്നെ ഫുൾ ലോൺ കയറും. കസ്റ്റമർ പക്കാണെങ്കിൽ ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ കയറുന്ന വണ്ടി. അതെ. ഡൗൺ പേയ്മെൻറ്റ് വേണ്ട? വേണ്ട. ഓക്കെ. അത് നമ്മുടെ അർബൻ ക്രൂസർ 2021 മോഡൽ. 21 വണ്ടി. അതെ. ഓക്കെ. മാരുതിയുടെ കൊളാബറേഷനിൽ ടൊയോട്ടയുടെ ബാഡ്ജിങ് വന്നേക്കുന്ന വണ്ടി. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ടോപ്പ് ഓട്ടോമാറ്റിക്. ടോപ്പ് വണ്ടി അല്ലേ? അതായത് നമ്മുടെ മാരുതി ആണെങ്കിൽ പ്ലസ്. ഓക്കെ. ഇതിൽ വരുമ്പോൾ പ്രീമിയം. പ്രീമിയം. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല, അറ്റമുട്ട ഒന്നുമില്ല. 50,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 0 കിലോമീറ്റർ. 2026 വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടി. 26 വരെ അല്ലേ? അതെ. ഓക്കെ. ഇതാണ് വണ്ടി ഒരു ലുക്ക് വന്നേക്കുന്നത്. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ വരുന്നതല്ലേ? അതെ, ടോപ്പിൻ്റെ വണ്ടിയല്ലേ? റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നത്. റിവേഴ്സ് ക്യാമറ, മറ്റേ ഹെഡ്ലൈറ്റ് DRL. ഓക്കെ. നോക്കി 4 ടയർ ഇട്ട് 1000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അല്ലേ? അപ്പോളോടെ 4 പുത്തൻ ടയറും ഉണ്ട്. ഇതൊക്കെ കമ്പനി പ്രീമിയം ലെതർ സീറ്റാണ് വരുന്നത്. അല്ലേ? എല്ലാം ഒന്നിലൊന്ന് മെച്ചം. ഇവിടുത്തെ എല്ലാ വണ്ടികളും അതെ, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഒന്നും പറയാനില്ല, എല്ലാം നല്ല കണ്ടീഷൻ വണ്ടികളാട്ടോ. ബ്രോ, ഈ വണ്ടിക്ക് ലാസ്റ്റ് ഉദ്ദേശിക്കുന്ന വില നമുക്കൊരു 10-65 ചെയ്യാം. 10-65. അതെ. വണ്ടിക്ക് 1.5 രൂപ ഡൗൺ പേയ്മെന്റ് അല്ലേ? 1.5 ചിലപ്പോൾ വേണ്ടി വരുന്നില്ല കേട്ടോ, കസ്റ്റമർ നല്ലതാണെങ്കിൽ. അല്ലേ? നമ്മൾ ഈ സെഗ്മെന്റ് എല്ലാത്തിൻ്റെ അതും പറഞ്ഞത് മാക്സിമം 1 രൂപ, അതിൻ്റെ അകത്ത് നമുക്ക് വണ്ടി ഇറക്കാം. നമ്മൾ ലാസ്റ്റ് വില പറഞ്ഞാലും കുറച്ചൊക്കെ നെഗോഷ്യബിൾ. പിന്നെ തീർച്ചയായിട്ടും കച്ചവടം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന വണ്ടിയാണ്. അതെ. ഓട്ടോമാറ്റിക് ക്രിസ്റ്റ അല്ലേ? ഇസഡ് ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ വേരിയൻറ്റ്. 16 വണ്ടി അല്ലേ? 2016 വണ്ടി. ആദ്യത്തെ ക്രിസ്റ്റ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1,33,000 കിലോമീറ്റർ. ഹിസ്റ്ററിയൊക്കെ ഉള്ളതാ? എല്ലാം അവൈലബിൾ ആണ്. ഇത് ഞാൻ തന്നെ ഒരു 6-7 മാസം മുമ്പ് കൊടുത്തതാണ്. അവർ NRI ആയിരുന്നു, അപ്പോൾ അവർ തിരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പോൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത്, പർച്ചേസ് വണ്ടിയല്ല. അല്ലേ? ഓക്കെ. നമ്മൾ കൊടുത്ത വണ്ടി ആയതുകൊണ്ട് വിൽക്കാൻ കൊണ്ടുവന്നിട്ടു, വിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതെ അതെ. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയറാണ് മെയിൻ. നമ്മുടെ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ഇൻറ്റീരിയറൊക്കെ പക്ക കേട്ടോ, എല്ലാ വണ്ടിയും പോലെ തന്നെ. ബാക്ക് വയ്ക്കാനുള്ള നോക്കി, റൂഫൊക്കെ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഇൻറ്റീരിയർ വന്നേക്കുന്നത്. സെക്കൻഡ് റോഡ് ഒന്ന് കാണിച്ചു തരാം. അടിപൊളി. ഇതൊക്കെ കമ്പനി ഒരു സീറ്റല്ലേ? ഇത് കമ്പനി ലെതർ സീറ്റ്. ഇതിൽ നമ്മൾ രണ്ടാമത് ലെതർ സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. ഓക്കെ. ടോപ്പ് ക്വാളിറ്റി വണ്ടി കേട്ടോ. നമ്മുടെ ഈ വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് റെഡ് എന്നാണ് അതിൻ്റെ പേര്. ഒരുപാട് ആവശ്യക്കാരും ഡിമാൻഡുള്ളൊരു കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 80 വർഷത്തിന് മേളിലായിട്ട് ഈ ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഫാദറിൻ്റെ ചേട്ടനും, എൻ്റെ ഫാദറിൻ്റെ ചേട്ടനാണ് കോട്ടയത്തെ ആദ്യകാലത്തെ കാർ കച്ചവടക്കാരനാണ്, കൈക്കുട്ടി എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ. ക്വാളിറ്റി അത് ഞാൻ അതിലേക്കൊന്നും പറയാനല്ല. ബ്രോബി ക്രിസ്റ്റയ്ക്ക് ലാസ്റ്റ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പോലെ 19,4 ലക്ഷം രൂപ ഇൻഷുറൻസ് ഇപ്പോൾ പുതിയത് എടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ്ട് വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് 100% ഫസ്റ്റ് ഓണറിൽ നിന്ന് ഞാൻ തന്നെ വാങ്ങിച്ചു. ഒരു 6 മാസത്തെ ഉപയോഗത്തിന് വേണ്ടി അവർ വാങ്ങിച്ചതാണ്. 1.5 രൂപ ഡൗൺ പേയ്മെന്റ് പറയും. പിന്നെ തീർച്ചയായിട്ടും എപ്പോഴും റീവണ്ടിക്ക് അതിൻ്റെതായ പോരായ്മ ഉണ്ടെന്നേ, നമ്മൾ എന്ത് പറഞ്ഞാലും. ഇപ്പോൾ എല്ലാവരും പറയും സർവീസ് ഹിസ്റ്ററി ഉണ്ട്, പാക്കേജ് ഉണ്ടെന്നൊക്കെ പറയും. ഇപ്പം നാട്ടിലെ വണ്ടി അവിടുത്തെ വണ്ടി ഒന്നാന്ന് പറയും. എന്നാൽ പോലും നമുക്ക് ആ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരോടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളവരോടോ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒറിജിനൽ കേരള വണ്ടിക്ക് അതിൻ്റെതായ വിലയിൽ എപ്പോഴും ഏത് സാധനവും വില കുറയുമ്പോൾ അതനുസരിച്ച് ക്വാളിറ്റിയെ വ്യത്യാസം വരും. ഇപ്പം നമ്മുടെ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. ഓക്കെ. നമ്മുടെ ഒരു കേരള ഫോർച്യൂണർ ഉണ്ടായിരുന്നു 2019 മോഡൽ. 2016 മോഡൽ നമ്മൾ ഇന്നോവ ആയിട്ട് മാറിയായിരുന്നു. 16 മോഡൽ ഇന്നോവ GX. ഓക്കെ. അതിന്റെ വിലയാണ് എനിക്ക് ഞാൻ ചോദിക്കാൻ കാരണം. നമ്മൾ കൊടുത്തത് അത് 7.25 ലക്ഷം. 7.25 ലക്ഷം രൂപയ്ക്ക്. അത് ഞാൻ ചോദിച്ചത്. കാരണം റീവണ്ടി നമ്മളും റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പുറത്ത് തന്നെ നമ്മുടെ ഇപ്പോൾ 2016 മോഡൽ തന്നെ ഇന്നോവ നിപ്പുണ്ട്. ആ സെയിം സാധനം
അതിന്റെ വില എന്ന് പറഞ്ഞാൽ 12.5 ലക്ഷം രൂപ. 12,000 രൂപ. അത്രയും മാറ്റം ഉണ്ടല്ലേ? 7.25 സെയിം വണ്ടി തന്നെ. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ചെക്ക് ചെയ്യാനൊക്കെ പറ്റില്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള ഏത് വണ്ടിയാണെങ്കിലും കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം. അതല്ല ഒരു ടെക്നീഷ്യൻ കാണിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ എല്ലാ വണ്ടിയിലും നോക്കിയാൽ മതി, നമ്മൾ എവിടെ ആഡ് ചെയ്താലും അതിൻ്റെ അകത്തെല്ലാം നമ്പർ ഹൈഡ് ചെയ്യാതെയാണ് ആഡ് കൊടുക്കുന്നത്. സർവീസ് ഹിസ്റ്ററി നോക്കിയിട്ട് ആൾക്കാർക്ക് എടുത്താൽ മതി. ഫുൾ ഗ്യാരണ്ടി ആണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചുമ്മാ നാക്കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം വണ്ടിയിൽ. ഓക്കെ ബ്രോ, അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ലൊക്കേഷൻ പറഞ്ഞേ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയം വരുന്ന വഴിയിൽ സുലഭ സൂപ്പർ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ്, അതായത് മാതാ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത്. എംപയർ കാർസ് അല്ലേ? എംപയർ കാർസ്. അപ്പോൾ നമ്പർ താഴെ കൊടുത്തേക്കുക, വരിക, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം അല്ലേ? ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ. ഓക്കെ ബ്രോ. ഓക്കെ, താങ്ക് യു.